ആരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ. റേപ്പ് കേസിലെ പ്രതി MLA അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കേ, ഒന്ന് ചോദിച്ചിട്ട് വാ. ഏടാ പാർട്ടിക്കുള്ളിലെ ഒരു വനിത തന്നെ ഇന്നലെ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം അല്ല, അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യം. അല്ലല്ല, അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ ഞാൻ ചെയ്യട്ടെ, ലീഡർഷിപ്പിൽ ഞങ്ങളല്ലേ നിൽക്കുന്നത്, ഞങ്ങളാണല്ലോ നിൽക്കുന്നത്. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ, ഒരാളുടെ മുമ്പിൽ, KPCC പ്രസിഡന്റിന്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും KPCC പ്രസിഡന്റിന് അതിന് ശേഷം തന്നിരുന്നു. അപ്പോഴേക്കും മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായിരുന്നു. അല്ല ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ പറയട്ടെ, അങ്ങനെ പറയല്ലേ. അത് പറഞ്ഞല്ലോ, അത് ഏത് പരാതിയാണ്? അത് ഈ ആദ്യത്തെ പരാതിയാണ്. ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ. അതിന് രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത്, അതായത് KPCC പ്രസിഡന്റ് വരുന്നത്. നിങ്ങൾ എന്തിനാ ഇത്തിരി ടെക്നിക്കലായിട്ട് പോകണം? അല്ലല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കില്ല. പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ, പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം. അല്ല, പാർട്ടിയുടെ പുറത്തല്ല അദ്ദേഹം. അദ്ദേഹം രാജിവെക്കാതിരിക്കും. അല്ലല്ല, നിങ്ങളത് പറഞ്ഞോട്ടെ, എന്നെ അനുവദിക്കും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കാതിരിക്കുക എന്തുകൊണ്ട് ചെയ്യും? ഇനിയിപ്പോൾ ഇലക്ഷൻ 2-3 മാസമല്ല. എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ അതിനെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വം മറ്റൊക്കെ ചോദിക്കല്ലേ. ഈ സാങ്കേതികത്വം ഒന്നും ഒരു റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു MLA LDFന്റെ കൂടെ CPM ഇരിക്കുമ്പോൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാരും. ആരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്ന എന്നെ മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ചോദിക്കുന്ന ഈ ആവേശം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ആദ്യം പോയി ചോദിച്ചിട്ട് വാ. റേപ്പ് കേസിലെ പ്രതി MLA അവിടെ ഇരിക്കുകയാണെന്നൊന്ന് ചോദിക്കേ, ഒന്ന് ചോദിച്ചിട്ട് വാ. ഏടാ